ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം, ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സഹകരണ മേഖലയുടെ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന് സ്പീക്കർ എൻ ഷംസീർ. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ. ഓണക്കാലത്ത് കാറ്ററിംഗ് മേഖലയിൽ ഉയർന്നുവരുന്ന വ്യാജന്മാരുടെ കടന്നുകയറ്റത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നബി കീർത്തന സംഗമം മർക്കസ് നോളജ് സിറ്റിയിൽ. ഡിപ്ലോമ പ്രോഗ്രാം ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് കോഴ്സിനുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ച് JDT പോളിടെക്നിക്. ലോക സാക്ഷരതാ ദിനത്തിൽ അക്ഷരപ്പൂക്കളം തീർത്ത് ദർശനം ഗ്രന്ഥാലയം. ഞാൻ നിഷിത സുരേഷ്. വിശദമായ വാർത്തകളിലേക്ക്. സഹകരണ മേഖലയുടെ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന് സ്പീക്കർ എൻ ഷംസീർ. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് ഏർപ്പെടുത്തിയ ഡോക്ടർ വർഗീസ് കുര്യൻ അവാർഡ് ചപ്പക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന് നൽകി. അവാർഡ് സമർപ്പണ ചടങ്ങ് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല ഇപ്പോഴത്തെ നിലയിലായത് ചില തെറ്റായ ശീലങ്ങൾ കടന്നുകൂടിയതുകൊണ്ടാണെന്നും ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന കൊമ്പ് മുറിക്കാൻ ശ്രമിക്കരുതെന്നും സ്പീക്കർ പറഞ്ഞു. വായ്പ കൊടുത്താൽ മാത്രം പോരാ, കൃത്യമായി തിരിച്ചടവ് ഉണ്ടെന്ന് ഉറപ്പും വരുത്തണം. കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്ക് നടത്തുന്ന സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്തനങ്ങൾ പ്രശംസനീയമാണെന്നും സ്പീക്കർ കൂട്ടിച്ചേർത്തു. MVR ക്യാൻസർ സെന്റർ ചെയർമാൻ CN വിജയകൃഷ്ണൻ ഉപഹാര സമർപ്പണം നടത്തി. ബാങ്ക് ചെയർപേഴ്സൺ പ്രീമ മനോജ് ചടങ്ങിൽ അധ്യക്ഷം വഹിച്ചു. ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ബോബി പീറ്റർ, ചപ്പക്കാട് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് SV സെൽവൻ, സിറ്റി SBC വൈസ് ചെയർമാൻ K ശ്രീനിവാസൻ, ഡയറക്ടർമാരായ A ജയപ്രകാശ്, A ശിവദാസ്, TM വേലായുധൻ, ജനറൽ മാനേജർ സാജു ജെയിംസ്, സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ രജിത തുടങ്ങിയവർ പ്രസംഗിച്ചു. സഹകരണ മേഖല തന്നെ ഒന്നാകെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിലേറെ ബുദ്ധിമുട്ടുകൾ ക്ഷീരസഹകരണ സംഘങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ക്ഷീരസഹകരണ സംഘങ്ങളുടെ അംഗങ്ങളുടെ ഒരു കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം അംഗങ്ങളും 60 വയസ്സിന് മേലെയുള്ളവരാണ്. അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ക്ഷീരസഹകരണ സംഘങ്ങളുടെ നിലനിൽപ്പിൽ അവർ അനുഭവിച്ചു പോകുന്ന ഒരു പ്രതിസന്ധി. നമുക്കൊരു 40 വയസ്സിന് താഴെയുള്ള ക്ഷീരകർഷകരെ കണ്ടെത്താൻ തന്നെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ പുതിയ അമെൻമെന്റ് വന്നപ്പോൾ സഹകരണ സംഘങ്ങളുടെ ഒരു ഭരണസമിതി അംഗം 40 വയസ്സിന് താഴെയുള്ളതെന്ന് റിസർവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ പല ക്ഷീരസഹകരണ സംഘങ്ങളിൽ നമുക്ക് ആ ഒരു സ്ലോട്ട് ഫുൾഫിൽ ചെയ്യാനായിട്ട് ആൾക്കാരെ കിട്ടുന്നില്ല. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ സംഘടന. ഇതിനായി നിയമനിർമ്മാണം നടത്തണമെന്നും കോഴിക്കോട് ചേർന്ന മക്കൾ യോഗം ആവശ്യപ്പെട്ടു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ലഭിച്ച ഉടൻ നടപടികൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ പ്രശ്നങ്ങൾ ഇത്രയും സങ്കീർണമാകുമായിരുന്നില്ല എന്നും മലയാള ചലച്ചിത്ര കാണികൾ മക്കൾ സംഘടനാ യോഗം അഭിപ്രായപ്പെട്ടു. സിനിമ സീരിയൽ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പ്രേക്ഷകരുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പരിഗണിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് ഷവലിയർ C ചാക്കുണ്ണി അധ്യക്ഷത വഹിച്ചു. പ്രശ്നപരിഹാരത്തിന് പെരുമാറ്റച്ചട്ടവും
പ്രോട്ടോകോളും ഏർപ്പെടുത്തി നിലവിലെ നിയമങ്ങൾ മറ്റ് മേഖലയിലെ പോലെ തന്നെ ചലച്ചിത്ര മേഖലയിലും നടപ്പാക്കണമെന്ന നിർദ്ദേശമുൾപ്പെടെയുള്ള നിവേദനം മുഖ്യമന്ത്രി, സാംസ്കാരിക മന്ത്രി, പുതിയ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ എന്നിവർക്ക് നൽകിയതായി അദ്ദേഹം യോഗത്തെ അറിയിച്ചു. സിനിമാ മേഖലയിലെ ഈ വിവാദങ്ങൾ വളരെയധികം കേരളത്തിന്റെ മാത്രമല്ല മലയാള സിനിമാ വ്യവസായം തന്നെ മങ്ങലേൽപ്പിച്ചിരിക്കുകയാണ്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ കണ്ടെത്തലുകൾക്ക് യഥാർത്ഥ കുറ്റാരോപിതകൾ രക്ഷപ്പെടാതിരിക്കാനും അതിന്റെ പേരിൽ മറ്റുള്ളവർ ശിക്ഷിക്കപ്പെടാതിരിക്കാനുള്ള ഒരു നടപടിയാണ് സ്വീകരിക്കേണ്ടത്. വിവാദത്തിൽ ഉൾപ്പെട്ടവരെ ഉൾക്കൊള്ളിച്ച് കോൺക്ലേവ് സംഘടിപ്പിച്ച് ഇനിയും അനിശ്ചിതമായി നീട്ടാതെ പ്രശ്നങ്ങൾ പെട്ടെന്ന് നിഷ്പക്ഷമായി പരിഹരിച്ച് മലയാള ചലച്ചിത്ര മേഖലയുടെ പെരുമ തിരിച്ചുകൊണ്ടുവരാൻ മുഖ്യപ്രഭാഷണത്തിൽ സെക്രട്ടറി PI അജയൻ ആവശ്യപ്പെട്ടു. A. ശിവശങ്കരൻ, TP വാസു, JR മോൻസൺ ജെയിംസ്, ജോബ്, മൻസൂർ CK, AC ഗീവർ, CC മനോജ്, CV ജോസ് എന്നിവരും യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഓണക്കാലത്ത് കാറ്ററിംഗ് മേഖലയിൽ ഉയർന്നുവരുന്ന വ്യാജന്മാരുടെ കടന്നുകയറ്റത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ. കാറ്ററിംഗ് രംഗത്തെ വ്യാജന്മാരെ പൊതുജനങ്ങൾ തിരിച്ചറിയണമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഓണത്തിന് ഓർഡറുകൾ ചെയ്യുന്നു, അത് പുതിയ രീതിയിലാണ് അവർ മാർക്കറ്റ് ചെയ്യുന്നത്. നമ്മൾ ആരും സാധാരണ രീതിയിൽ പത്രത്തിലോ മറ്റുള്ള മാധ്യമങ്ങളിലോ കൂടെയല്ല, ഡിജിറ്റൽ രീതിയിലുള്ള മാർക്കറ്റിംഗ് ചെയ്ത് ആളുകളെ കബളിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഓർഡർ സ്വീകരിക്കുകയും എന്നാൽ ആ ഒരു വിശേഷ ദിവസം ഫോൺ സ്വിച്ച് ഓഫ് ആക്കി സാധനങ്ങൾ കൊടുക്കാതെ പിറ്റേന്ന് പത്രമാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു പറ്റിച്ചു എന്നുള്ള രീതിയിൽ വാർത്ത വരുന്ന സ്ഥിതി ഉണ്ടാവാറുണ്ട്. ജില്ലയിൽ 200-ൽ പരം അംഗീകൃത കാറ്ററേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. എന്നാൽ 100 കണക്കിന് വ്യാജന്മാരും ജില്ലയിൽ ഈ മേഖലയിൽ യഥേഷ്ടം പ്രവർത്തിക്കുന്നുണ്ടെന്നും സർക്കാരിന്റെയും ഫുഡ് സേഫ്റ്റിയുടെയും യാതൊരു മാനദണ്ഡങ്ങളും പാലിക്കാതെയും ലൈസൻസ് ഇല്ലാതെയും പ്രവർത്തിക്കുന്ന ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഇക്കാര്യത്തിൽ നിരവധി തവണ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകിയിട്ടും നടപടി ആയില്ല. തട്ടുകട ലൈസൻസിന്റെ മറവിൽ വലിയ ഭക്ഷണ സാധനങ്ങൾ വിതരണം ചെയ്യുന്ന പ്രവണത തടയണമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് പ്രേംചന്ദ് വള്ളിൽ, സംസ്ഥാന സെക്രട്ടറി P. ഷാഹുൽ ഹമീദ്, സംസ്ഥാന സമിതി അംഗം K. ബേബി, ജില്ലാ വർക്കിംഗ് സെക്രട്ടറി സ്വരൂപ് എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾ പലതവണ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അത് വേണ്ടത്ര നടപടികൾ സ്വീകരിക്കുവാൻ ഇതുമായി ബന്ധപ്പെട്ട അധികാരികൾ മുന്നിട്ട് ഇറങ്ങുന്നില്ല എന്നൊരു പരാതി ഞങ്ങളുടെ സംഘടനയ്ക്കുണ്ട്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ഭൂമി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 years.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. ഡിപ്ലോമ പ്രോഗ്രാം ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് കോഴ്സിന് JDT പോളിടെക്നിക് ഉൾപ്പെടെ 6 കോളേജുകൾക്ക് അംഗീകാരമായി. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ കോഴിക്കോട് JDTയിൽ മാത്രമാണ് കോഴ്സ് നടത്തുന്നത്. കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ചതായി പോളിടെക്നിക് അധികൃതർ അറിയിച്ചു. ഡിപ്ലോമ ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് എന്നാണ് അതിന്റെ പേര്. 2023 ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ നടപ്പാക്കിയ ഒരു കോഴ്സാണ്. കേരളത്തിൽ ഈ വർഷമാണ് ഇത് കൊണ്ടുവരുന്നത്. ഞങ്ങളുടെ പോളിടെക്നിക്ക് കൂടാതെ കേരളത്തിൽ വേറെ ഒരു 11 പോളിടെക്നിക്കിൽ കൂടി ഈ കോഴ്സ് ഈ പ്രാവശ്യം നടപ്പിലാക്കുന്നുണ്ട്. കാസർഗോഡ്, അതുപോലെ കണ്ണൂര്, മലപ്പുറം, കോഴിക്കോട്, വയനാട് ഈ ജില്ലകളിൽ ഈ കോഴ്സ് ലഭ്യമാകുന്ന കോളേജ് ഞങ്ങളുടെ കോളേജ് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ പ്രാവശ്യം തുടങ്ങുന്ന കോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗും അതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും ആണ് കോഴ്സ് തുടങ്ങുന്നത്. ഗവൺമെന്റിലും ഈ കോഴ്സ് സെൽഫ് ഫിനാൻസിംഗ് മോഡിൽ തന്നെയാണ് തുടങ്ങിയിട്ടുള്ളത്. 6 സെമസ്റ്ററുള്ള ഡിപ്ലോമ പ്രോഗ്രാമിന്റെ 3ാം സെമസ്റ്ററിലേക്കാണ് പ്രവേശനം. കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നവർ polyadmission.org/WP എന്ന വെബ്സൈറ്റ് വഴി നേരിട്ട് അപേക്ഷിക്കാവുന്നതാണെന്ന് പോളിടെക് അധികൃതർ അറിയിച്ചു. കോഴ്സുകളിലേക്കുള്ള സ്പോട്ട് അഡ്മിഷൻ സെപ്റ്റംബർ 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെ അതാത് കോളേജുകളിൽ നടക്കും. അഡ്മിഷൻ സെപ്റ്റംബർ 15-ന് അവസാനിക്കും. നമ്മുടെ സാധാരണ പോളിടെക്നിക്കിൽ 3 വർഷം കൊണ്ട് ചെയ്യുന്ന കോഴ്സ് 2 വർഷം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാം. റെഗുലർ സർട്ടിഫിക്കറ്റ് ആണ് തരുന്നത്. ഇതിന് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അപ്രൂവലും സ്റ്റേറ്റ് ബോർഡ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന്റെ അഫിലിയേഷനും ഉള്ള കോഴ്സാണ്. വാർത്താ സമ്മേളനത്തിൽ പോളിടെക്നിക് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മാനുവൽ ജോർജ്, ലെക്ചറർ അബ്ദുൽ ലത്തീഫ്, അബ്ദുൾ നസീർ, നൌഷാദ് തുടങ്ങിയവർ സംബന്ധിച്ചു. ഒരു ബാച്ചിന് 60 കുട്ടികളാണുള്ളത്. അപ്പം മൊത്തം 120 കുട്ടികളാണ് അഡ്മിഷന് വേണ്ടത്. അപ്പം അതിൽ 1/3 കുട്ടികളെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റൂ. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നബി കീർത്തന സംഗമം മർക്കസ് നോളജ് സിറ്റിയിലെ ജാമിയുൽ ഫുത്തൂഹിൽ നടന്നു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ സംഗമം ഉദ്ഘാടനം ചെയ്തു. അന്ത്യപ്രവാചകർ മുഹമ്മദ് നബിയുടെ പിറവി കൊണ്ട് അനുഗ്രഹീതമായ റബിയുൽ അവ്വലിലെ ആദ്യ തിങ്കളാഴ്ച മർക്കസിന് കീഴിൽ നടന്നു വരാറുള്ള അൽ മൗലീദുൽ അക്ബർ നോളജ് സിറ്റിയിലെ ജാമിയുൽ ഫുത്തൂഹിൽ വെച്ച് സംഘടിപ്പിച്ചു. തുടർന്ന് തിരുശേഷിപ്പുകളുടെ ബറക്കത്തെടുക്കലും വിവിധ മൗലീദുകളുടെയും പ്രവാചക പ്രകീർത്തനങ്ങളുടെയും ആലാപനവും സംഗമത്തിൽ നടന്നു. സംസ്ഥാനത്തിനകത്തു നിന്നും പുറത്തുനിന്നുമായി 10,000-കണക്കിന് വിശ്വാസികളാണ് സംഗമത്തിനെത്തിയത്. പുലർച്ചെ 5 മണി മുതൽ ആരംഭിച്ച സംഗമത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രസിഡന്റ് E. സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. ഒരു മതക്കാരനെയും ആക്രമിക്കുന്നതോ പരുക്കേൽപ്പിക്കുന്നതോ ഇസ്ലാമിക രീതിയല്ലെന്നും യാതൊരു ബലാത്കാരവും ഇല്ലാതെയാണ് പ്രവാചക അനുനായികൾ എക്കാലത്തും പ്രബോധനം നടത്തിയതെന്നും അതാണ് പ്രവാചക മാതൃകയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളീയ മുസ്ലിങ്ങൾ മതകീയ സംസ്കാരത്തിന്റെയും വിജ്ഞാനത്തിന്റെയും കാര്യത്തിൽ ഒരുപടി മുന്നിലാണെന്നും സ്വഹാബികളിൽ നിന്ന് നേരിട്ട് പകർന്നെടുത്ത പാരമ്പര്യമാണ് അതിന്റെ രഹസ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മർക്കസ് പ്രസിഡന്റ് സയ്യിദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി. സംസ്ഥാന സെക്രട്ടറി പൊന്മള അബ്ദുൽ ഖാദിർ മുസ്ലിയാർ, മർക്കസ് ഡയറക്ടർ C. മുഹമ്മദ് ഫൈസി, ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ ഹക്കീം അസരി, MLA-മാരായ അഡ്വക്കേറ്റ് PTA റഹീം, അഡ്വക്കേറ്റ് T. സിദ്ദീഖ് എന്നിവർ സംസാരിച്ചു. സയ്യിദ് ഹാമിദ് ഇമ്പിച്ചിക്കോയ, KK അഹമ്മദ് കുട്ടി മുസ്ലിയാർ കട്ടിപ്പാറ, അബു ഹനീഫൽ, BPM ഫൈസി വല്യാപ്പള്ളി, സയ്യിദ് ഷറഫുദ്ദീൻ, സയ്യിദ് ഹബീബ് കോയ തങ്ങൾ, സയ്യിദ് ഷിഹാബുദ്ദീൻ ഔദൽ, CP ഉബൈദുല്ല സക്കാഫി, ഫിർദൌസ് സക്കാഫി, N. അലി അബ്ദുള്ള, A. സൈഫുദ്ദീൻ ഹാജി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലോക സാക്ഷരതാ ദിനത്തിൽ അക്ഷര പൂക്കളം തീർത്ത് ദർശനം ഗ്രന്ഥാലയം. വിവിധ ഭാഷകളിലെ അക്ഷരങ്ങളായാണ് പൂക്കളങ്ങൾ ഒരുക്കിയത്. പങ്കെടുത്തവർക്ക് പൂക്കൾ നൽകി ഡോക്ടർ J. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ബഹുഭാഷാ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുക, പരസ്പരം അറിയാനും സമാധാന ലോകത്തിനും സാക്ഷരത എന്ന ഈ വർഷത്തെ സാക്ഷരതാ ദിന സന്ദേശം മുൻനിർത്തി ദർശനം ഗ്രന്ഥാലയം അക്ഷര പൂക്കള മത്സരം സംഘടിപ്പിച്ചു.
അറബി, ഉറുദു, ബംഗാളി, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, കന്നഡ ഭാഷകളിൽ പൂക്കളം തീർക്കാൻ 37 പേർ എത്തി. മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ഗവൺമെന്റ് HSS വിദ്യാർത്ഥിനി ചിന്തു വിനീഷിനും 1ാം ഘട്ട സാക്ഷരതാ ഇൻസ്ട്രക്ടർ CP ആയിഷബിക്കും പൂക്കൾ കൈമാറി. സംസ്കൃതം സർവകലാശാല മുൻ VCയും സംസ്ഥാന വിദ്യാഭ്യാസ ഉപദേശക സമിതി ചെയർമാനുമായ ഡോക്ടർ J. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി ബോർഡ് മുൻ സൂപ്രണ്ട് A. ഗിരീഷ് കുമാർ, JDT ഇസ്ലാം അധ്യാപകൻ P. ഹാറൂൺ, സ്വയം തൊഴിൽ സംരംഭക ശശികല മഠത്തിൽ, തുല്യതാ പഠിതാവ് മിനി ജോസഫ്, 1ാം ഘട്ട സാക്ഷരതാ ഇൻസ്ട്രക്ടർ ND ഉണ്ണികൃഷ്ണൻ, ബാലവേദി മെന്റർ P. തങ്കം, മേരിക്കുട്ടി ശശിധരൻ, സുരേഷൻ PP എന്നിവർ നേതൃത്വം നൽകി. ദർശനം ഗ്രന്ഥശാല വൈസ് പ്രസിഡന്റ് CP ആയിഷബി അധ്യക്ഷയായിരുന്നു. സെക്രട്ടറി MA ജോൺസൺ, ലൈബ്രറിയൻ V. ജുലൈന എന്നിവരും സംസാരിച്ചു. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനാഘോഷത്തിൽ വെച്ച് എഴുത്തുകാരൻ ലത്തീഫ് പറമ്പിൽ വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ഓണം പൊന്നോണമാക്കാം. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓണം മെഗാ ഫെസ്റ്റ്. HUID മുദ്രയുള്ള 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഗ്രാമിന് 159 രൂപ മുതൽ. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് കാർ, ബൈക്ക്, സ്കൂട്ടർ, TV, ഫ്രിഡ്ജ്, ഐഫോണുകൾ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ. ബമ്പർ സമ്മാനം Kia Seltos കാർ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ ഡിസ്കൗണ്ട്. 50,000 രൂപയ്ക്ക് മുകളിൽ ഡയമണ്ട് അൺകട്ട് ആഭരണങ്ങൾ വാങ്ങുന്നവർക്ക് സ്വർണ്ണ നാണയം സമ്മാനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക പാക്കേജുകൾ. കൂടാതെ അതിശയിപ്പിക്കുന്ന ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 161 ഇയേഴ്സ്. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കേരളത്തെ വർഗീയവൽക്കരിക്കാനുള്ള ആഭ്യന്തര വകുപ്പിന്റെ ശ്രമത്തെ ചെറുക്കണമെന്ന് SDPI സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ. കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് SDPI സംഘടിപ്പിച്ച മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാരത്തിന്റെ രാഷ്ട്രീയ അജണ്ട നടപ്പിലാക്കാനുള്ള ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഗൂഢനീക്കത്തെ ചെറുക്കണമെന്ന് SDPI സംസ്ഥാന സെക്രട്ടറി കൃഷ്ണൻ എരഞ്ഞിക്കൽ. കേരളത്തെ വർഗീയവൽക്കരിക്കാനും അനാവശ്യ ഭയമുണ്ടാക്കി സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള ശ്രമം ആഭ്യന്തര വകുപ്പ് നേരിട്ട് നടത്തുന്നത് കണ്ടില്ലെന്ന് നടിക്കുന്ന ആഭ്യന്തര വകുപ്പ് കൂടി കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. SDPI കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് സംഘടിപ്പിച്ച പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ക്രമസമാധാനത്തിന്റെ ചുമതലയുള്ള MR അജിത് കുമാർ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത് എന്തിനായിരുന്നുവെന്ന് ആഭ്യന്തര വകുപ്പ് വ്യക്തമാക്കണം. PV അൻവർ MLAയുടെ വെളിപ്പെടുത്തലുകളും പൊന്നാനിയിലെ യുവതിയുടെ ബലാത്സംഗ ആരോപണവുമടക്കം ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഗൗരവത്തിലെടുത്ത് സ്വതന്ത്ര ഏജൻസികൾ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കൊമ്മേരി അധ്യക്ഷത വഹിച്ചു. എരഞ്ഞിപ്പാലത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് കളക്ടറേറ്റ് പടിക്കൽ പോലീസ് തടഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് K. ജലീൽ സഖാഫി, ജില്ലാ ജനറൽ സെക്രട്ടറി NK റഷീദ് ഉമരി എന്നിവർ സംസാരിച്ചു. വാഹിദ് ചെറുവറ്റ, AP നാസർ, റഹ്മത്ത് നെല്ലുള്ളി, ബാലൻ നടുവണ്ണൂർ, M. അഹമ്മദ് മാസ്റ്റർ, KK നാസർ മാസ്റ്റർ, KK ഫൗസിയ സലീം, ഷറഫുദ്ദീൻ PP, MA സലീം, TP മുഹമ്മദ്, ഷംസീർ ചോമ്പാല,
ഹമീദ് എടവരാട്, KP സാദിഖ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഫോർവേഡ് ബ്ലോക്ക് സെമിനാർ സംഘടിപ്പിച്ചു. സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രകൃതി ദുരന്തങ്ങൾ കേരളത്തെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ എന്ന വിഷയത്തിൽ ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ കമ്മിറ്റി സെമിനാർ സംഘടിപ്പിച്ചു. പ്രമുഖ സാഹിത്യകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമകാലീനമായ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ധാരണകൾ അത് യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ പല ചെറുപ്പക്കാരിലും കാണാത്ത രീതിയിൽ അവരിൽ പലരും മുൻവിധി വെച്ചാണ് സംസാരിക്കുക. കാരണം അവർക്ക് വളരെയധികം രാഷ്ട്രീയ പക്ഷപാതത്തുണ്ടാകും. ആ പക്ഷപാതത്തിലൂടെയാണ് എല്ലാ പ്രശ്നങ്ങളെയും കാണുക. ഫോർവേഡ് ബ്ലോക്ക് ജില്ലാ സെക്രട്ടറി രാംദാസ് വേങ്ങേരി അധ്യക്ഷത വഹിച്ചു. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് T മനോജ് കുമാർ സെമിനാറിൽ വിഷയം അവതരിപ്പിച്ചു. PT ഗദീജ ടീച്ചർ, TM സത്യജിത് പണിക്കർ, മുഹമ്മദ് ഷഹാൽ, MV വൈശാഖ്, M വിനയൻ, സുഹറ വേങ്ങേരി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഇന്ത്യൻ സിൽക്ക് ആൻഡ് കോട്ടൺ ഉത്സവ് ഹാൻഡ്ലൂം ആൻഡ് ജ്വല്ലറി ഓണം സ്പെഷ്യൽ എക്സിബിഷനും വിൽപ്പനയും മാനാഞ്ചിറ CSI ഹാളിൽ തുടരുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കൈത്തറി ഉൽപ്പന്നങ്ങളാണ് മേളയിലുള്ളത്. ഓരോ ദേശത്തെയും ഉൽപ്പന്നങ്ങൾ തനിമ നഷ്ടപ്പെടാതെ സ്വന്തമാക്കാനുള്ള അവസരമാണ് മേള ഒരുക്കുന്നത്. ആകർഷകമായ കളക്ഷനുകൾ കൊണ്ടും ഡിസൈനുകൾ കൊണ്ടും പാരമ്പര്യ തനിമ കൊണ്ടും ശ്രദ്ധേയമാവുകയാണ് CSI ഹാളിൽ നടക്കുന്ന ഇന്ത്യൻ സിൽക്ക് ആൻഡ് കോട്ടൺ ഉത്സവ്. കോട്ടൺ സിൽക്ക് സാരികൾ, ഡ്രസ് മെറ്റീരിയലുകൾ, ജയ്പൂർ ഡ്രസ്സുകൾ, ടോപ്പുകൾ, ഖാദി ഷർട്ടുകൾ, സൂട്ട് പീസുകൾ എന്നിവ മേളയിലുണ്ട്. ഫുൽക്കാരി ദുപ്പട്ടകൾ, ജയ്പൂരി കിഡ്സ് ഡ്രസ്സുകൾ, പോച്ചാമ്പള്ളി സാരികൾ, വെസ്റ്റ് ബംഗാളിൽ നിന്നുള്ള കാന്ത വർക്കുകൾ, രാജസ്ഥാൻ ചപ്പലുകൾ, കൊൽക്കത്ത ബാഗുകൾ എന്നിവ വിവിധ നിറങ്ങളിലും ഡിസൈനുകളിലും മേളയിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു. ഹോം ഡെക്കറേറ്റീവ്സിന്റെയും സോഫ കവറുകളുടെയും ബെഡ്ഷീറ്റുകളുടെയും വലിയ ശേഖരം മേളയിലുണ്ട്. ജയ്പൂർ സ്റ്റോൺ ജ്വല്ലറികളും ടെറാക്കോട്ട ഉൽപ്പന്നങ്ങളും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കും. ഇന്ത്യൻ സിൽക്ക് ആൻഡ് കോട്ടൺ ഉത്സവ് ഇത് നടക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ എല്ലാവരും വരാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പം വരുമ്പോഴൊക്കെ ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽസ് ആണെങ്കിലും എല്ലാതും നല്ലതാണ്. ഇപ്പം ബെഡ്ഷീറ്റ് ആണെങ്കിലും ഇപ്പം ജ്വല്ലറി ഒരുപാടുണ്ട്. ഇപ്പം എല്ലാവർക്കും ഡെയിലി യൂസ് ആണെങ്കിലും ഇപ്പം സ്പെഷ്യലായിട്ടുള്ള ഈവൻസിന് ആണെങ്കിലും എല്ലാതും നല്ല ക്വാളിറ്റി ആയിട്ട് തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇവിടെ വരാൻ. അപ്പം എല്ലാവരും വരണം. ഹാൻഡ്ലൂമിന് 20%, ജ്വല്ലറിക്ക് 10% ഡിസ്കൗണ്ടും മേളയിൽ ലഭിക്കും. ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകളും UPI സൗകര്യവും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. ദിവസവും രാവിലെ 10 മുതലും ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണി മുതലും മേളയിലേക്ക് പ്രവേശനം ആരംഭിക്കും. പ്രവേശനം സൗജന്യമാണ്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും കോഴിക്കോട് ജില്ലാ വാർത്തകൾ എന്ന YouTube ചാനൽ സന്ദർശിക്കുക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ മേഖലയുടെ നഷ്ടപ്പെട്ട വിശ്വാസ്യത വീണ്ടെടുക്കണമെന്ന് സ്പീക്കർ AN ഷംസീർ. ചലച്ചിത്ര മേഖലയിൽ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്ന് മലയാള ചലച്ചിത്ര കാണികൾ. ഓണക്കാലത്ത് കാറ്ററിംഗ് മേഖലയിൽ ഉയർന്നുവരുന്ന വ്യാജന്മാരുടെ കടന്നുകയറ്റത്തിനെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്ന് ഓൾ കേരള കാറ്ററേഴ്സ് അസോസിയേഷൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ നബി കീർത്തന സംഗമം മർക്കസ് നോളജ് സിറ്റിയിൽ. ഡിപ്ലോമ പ്രോഗ്രാം ഫോർ വർക്കിംഗ് പ്രൊഫഷണൽസ് കോഴ്സിനുള്ള പ്രവേശന നടപടികൾ ആരംഭിച്ച് JDT പോളിടെക്നിക്.
ലോക സാക്ഷരതാ ദിനത്തിൽ അക്ഷരപ്പൂക്കളം തീർത്ത് ദർശനം ഗ്രന്ഥാലയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.